ചെക്ക്സം, അതായത് നമ്മൾ ഡേറ്റ ലിങ്ക് ലെയറിൽ അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്മിഷൻ്റെ ടൈമിൽ നമ്മുടെ ഡേറ്റാസിൻ്റെ അകത്ത് എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ചെക്ക്സം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡേറ്റ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫിക്സഡ് സൈസ്ഡ് ഫോർമാറ്റ് ഓർ സെഗ്മെൻറ്റ്. നമുക്ക് കിട്ടുന്ന ആ ഒരു ഡേറ്റ സെറ്റിനെ ഫിക്സഡ് സൈസ് ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, സെൻറ്റർ ഈ സെഗ്മെൻറ്റ്സിനെ എല്ലാം കൂടി, ഈ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്ന സെഗ്മെൻറ്റ്സിനെ എല്ലാം കൂടെ തമ്മിൽ ആഡ് ചെയ്യും, സമ്മ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഡേറ്റ സെഗ്മെൻറ്റിന് ഈ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്ന ആ സെക്ഷനെയാണ് നമ്മൾ ചെക്ക് സം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡേറ്റ ബിറ്റ്സിൻ്റെ കൂടെ ഈ ചെക്ക് സമ്മും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇനി റിസീവറുടെ സൈഡിൽ ചെന്ന് കഴിയുമ്പോഴും റിസീവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഡേറ്റ സെക്ഷനും ചെക്ക് സമ്മും കൂടെ തമ്മിൽ ആഡ് ചെയ്യും, സമ്മ് ചെയ്ത് നോക്കും. സമ്മ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കും. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് എടുത്തു കഴിയുമ്പം കിട്ടുന്നത് ഫുള്ള് 0 ആണെങ്കിൽ നമ്മുടെ ഡേറ്റാസിൽ എറർ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഡേറ്റ അക്സെപ്റ്റ് ചെയ്യും. ഇനി 0 അല്ല, ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു 1 ബിറ്റ് വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ ഡേറ്റേനെ ഡിസ്കാർഡ് ചെയ്തുവിടും. അവിടെ എറർ വന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ആണ് ചെക്ക് സമ്മിൻ്റെ ഫിഗർ. എന്ത് ചെയ്യുന്നു, നമ്മുടെ എൻ്റയർ ഡേറ്റേനെ എന്താണ് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. യൂണിറ്റ് 1, സബ് യൂണിറ്റ് 2 പറഞ്ഞുകൊണ്ട്, പിന്നെന്താണ് സബ്നെറ്റ് കെ, അതിനെ പല പാർട്സായിട്ട് കുറേ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്തേക്കുന്നു, ചെക്ക് സമ്മും കൂടെ ആഡ് ചെയ്ത്, ചെക്ക് സമ്മും ഡേറ്റയും കൂടെ ആയിട്ടാണ് നമ്മൾ റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റ യൂണിറ്റ് ഏതാണ്, 1010100100111001 എന്നുള്ളതാണ് നമ്മുടെ ഡേറ്റ. ഇതാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡേറ്റേനെ 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈക്വൽ ബിറ്റ്സ് അടങ്ങുന്ന 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. സബ് യൂണിറ്റ് 1ഉം സബ് യൂണിറ്റ് 2ഉം. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ രണ്ടിനെയും കൂടെ സമ്മ് ചെയ്തു. 1ഉം 1ഉം 0 0 0 1 0 0 0. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ 2 യൂണിറ്റേയും കൂടെ സമ്മ് ചെയ്യുന്നു. സമ്മ് ചെയ്തതിന് ശേഷം അതെന്ത് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ 0 1 ആവും, 1 0 ആവും. വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ 2 ഡേറ്റയുടെ കൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചെക്ക് സമ്മും കൂടെ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യുന്നു. ഇനി റിസീവർ സൈഡിൽ എത്തിക്കഴിയുമ്പോഴത്തേന് അവിടെ വന്നേക്കുന്ന ഡേറ്റ, ആ 3 ഡേറ്റയും കൂടി എന്ത് ചെയ്യുന്നു, സമ്മ് ചെയ്യുന്നു. സമ്മ് ചെയ്തിട്ട് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, എല്ലാം 0 ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മുടെ ഡേറ്റയ്ക്കകത്ത് എറേഴ്സ് ഒന്നുമില്ല, ക്ലിയർ ആണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ആ ഡേറ്റ എന്ത് ചെയ്യും, റിസീവർ അക്സെപ്റ്റ് ചെയ്യും. ഇനി ചെക്ക് സമ്മിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, ദ ചെക്ക് സം ഡിറ്റക്ട് ഓൾ ദ എറേഴ്സ് ഇൻവോൾവിങ് ആൻഡ് ഓഡ് നമ്പേഴ്സ് ഓഫ് ബിറ്റ്സ് ആസ് വെൽ ആസ് ദ എറേഴ്സ് ഇൻവോൾവിങ് ആൻഡ് ഈവൻ നമ്പർ ഓഫ് ബിറ്റ്സ്. എന്താണ് നമ്മുടെ ചെക്ക് സം എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഡ് നമ്പേഴ്സ് ബിറ്റ്സിൻ്റെ എറേഴ്സും അതുപോലെ തന്നെ എന്താണ് അതിനുള്ള ഈവൻ നമ്പർ ബിറ്റ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെക്ക് സം എന്ന് പറയുന്നത്. എല്ലാ ടൈപ്പ് എറേഴ്സും ഈ ചെക്ക് സം യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മെയിൻ പ്രോബ്ലം ഈസ് ദാറ്റ് ദ എറർ ഗോസ് അൺഡിറ്റക്റ്റഡ് ഇഫ് 1 or more ബിറ്റ്സ് ഓഫ് ദ സബ് യൂണിറ്റ് ഈസ് ഡാമേജ്ഡ്. അതായത് നമ്മൾ പല യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ, ആ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന അതിൽ 1 or 2 ബിറ്റ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ്സിന് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ചെക്ക് സം എടുക്കുന്ന സമയത്ത് റിസീവർ സൈഡിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുന്ന സമയത്ത് എല്ലാം 0 ആയിട്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൽ എററൊന്നും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഡേറ്റ അക്സെപ്റ്റ് ചെയ്യും. അപ്പം അതെന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ചിലപ്പം സബ് യൂണിറ്റിൽ 1 or 2 സബ് യൂണിറ്റിൽ എന്താണ് ബിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് TCP IP-യിൽ TCP ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ. TCP stands for Transmission Control Protocol. It is a transport layer protocol that facilitates the transmission of packets from source to destination. അപ്പം TCP പ്രോട്ടോകോൾ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ്.
നമ്മളുടെ പാക്കറ്റ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TCP യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ ദാറ്റ് മീൻസ് ഇറ്റ് എക്സ്റ്റാബ്ലിഷസ് ദ കണക്ഷൻ പ്രയർ ടു ദ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഒക്യൂർ ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഇൻ ദ നെറ്റ്വർക്ക്. ദിസ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് വിത്ത് ആൻ IP പ്രോട്ടോകോൾ, സോ ടുഗദർ ദേ ആർ referred to as a TCP/IP. അപ്പോൾ എന്താണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതായത് സെൻറ്ററിൻ്റെയും റിസീവറിൻ്റെയും ഇടയിൽ ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് പാക്കറ്റ്സ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ TCP എപ്പോഴും യൂസ് ചെയ്യുന്നത് IP പ്രോട്ടോക്കോളിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് എന്താണ്, TCP/IP പ്രോട്ടോകോൾ എന്നാണ് അറിയപ്പെടുന്നത്. The main functionality of TCP is to take data from the application layer, then it divide the data into a several parts, providing number to those packet and finally transmit these packets to the destination. അപ്പം TCP എന്താ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഡേറ്റാസിനെ എടുത്ത് അതിനെ സെവറൽ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, ഒരു സീക്വൻസ് നമ്പറും പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. The TCP on the other side will resemble the packets and transmit them to the application. അപ്പം റിസീവറിൻ്റെ സൈഡിലെ TCP എന്താ ചെയ്യുന്നത്, ഈ പാക്കറ്റ്സിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് ഇതിനെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ലെയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി TCP/IP ഹെഡർ ഫോർമാറ്റാണ്. ഹെഡർ, ഡേറ്റ, സോഴ്സ് പോർട്ട് അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സ്, സീക്വൻസ് നമ്പർ, അക്നോളജ്മെൻറ്റ് നമ്പർ, ഇതെല്ലാം എന്താണ് TCP/IPയുടെ ആ ഒരു ഹെഡർ ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തെ ഓരോ സെക്ഷനും പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, സോഴ്സ് പോർട്ട്. സോഴ്സ് പോർട്ട് അഡ്രസ്സ് എത്രയാണ്, 16 ബിറ്റാണ്. ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സും 16 ബിറ്റാണ്. അപ്പം സോഴ്സ് പോർട്ട് നമ്പർ എന്ന് വെച്ചാൽ ഇറ്റ് ഡിഫൈൻസ് ദ പോർട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ. അതായത് സെൻറ്ററിൻ്റെ പോർട്ട് നമ്പർ കാണിക്കുന്നതാണ് സോഴ്സ് പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ എന്തായിരിക്കും, റിസീവറിൻ്റെ പോർട്ട് നമ്പർ എത്രയാണോ, യൂസ് ചെയ്തിരിക്കുന്ന പോർട്ട് നമ്പർ എത്രയാണോ അതിനെ കാണിക്കുന്നതാണ് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പാക്കറ്റ്സിന് എന്താണ്, ഒരു കണ്ടിന്യൂസ് നമ്പേഴ്സ് നമ്മൾ കൊടുക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അക്നോളജ്മെൻറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പാക്കറ്റ് സെൻഡ് ചെയ്തു, അത് റിസീവറിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ റിസീവറിന് എന്ത് ചെയ്യണം, ഇവിടെ പാക്കറ്റ് എത്തി എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് സെൻറ്ററിനൊരു മെസ്സേജ് കൊടുക്കണം. അതാണ് അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തിരിച്ച് സെൻഡ് ചെയ്യുന്ന ആ പാക്കറ്റ്സിന് എന്താണ് കൊടുക്കുന്ന നമ്പറിംഗ് ആണ് അക്നോളജ്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത്. അടുത്തത് HLEN, അതായത് ഹെഡർ ലെങ്ത്. ഇറ്റ് സ്പെസിഫൈ ദ ലെങ്ത് ഓഫ് ദ ഹെഡർ. അത് എത്ര ബൈറ്റാണ്, 4 ബൈറ്റിലാണ് നമ്മളത് ഹെഡർ ലെങ്ത് സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹെഡറിന് എത്ര ലെങ്ത് ഉണ്ട്, നമ്മുടെ പാക്കറ്റ് ഹെഡറിൻ്റെ ലെങ്തിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HLEN യൂസ് ചെയ്യുന്നത്. ഇനി റിസർവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പാക്കറ്റ്സിൻ്റെ അകത്ത് ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും കുറച്ച് സ്പേസ് നമ്മൾ ഇട്ടേക്കും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡേറ്റാസ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാനായിട്ട് റിസർവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 ബിറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇട്ടേക്കും. ഇനി ഈ ഒരു TCP സെഗ്മെൻറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഫ്ലാഗുകളാണ്. 6 ഫ്ലാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ URG. ഇറ്റ് റെപ്രസെൻ്റ് ആണ് അർജൻറ്റ് പോയിൻറ്റർ. ഇഫ് ഇറ്റ് ഈസ് സെറ്റ് ദെൻ ദ ഡേറ്റ ഈസ് പ്രോസസ് അർജൻറ്റ്ലി. അപ്പോൾ നമ്മുടെ ഡേറ്റ പാക്കറ്റ്സ് ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ അർജൻറ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലാഗാണ് URG എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ACK. ഇഫ് ദ ACK ഈസ് സെറ്റ് ടു 0 ദെൻ ഇറ്റ് മീൻസ് ദ ഡേറ്റ പാക്കറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ അക്നോളജ്മെൻറ്റ്. അതായത് ACK എന്താണ്, 0 ആയിട്ടും 1 ആയിട്ടും നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിൽ 0 ആണെങ്കിൽ എന്താണ്, ഡേറ്റ പാക്കറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ അക്നോളജ്മെൻറ്റ്. ഡേറ്റ പാക്കറ്റിൽ അക്നോളജ്മെൻറ്റ് ഇല്ല എന്നാണ് മീനിങ്. PSH എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് ദ ഡേറ്റ ടു റിസീവിങ് ആപ്ലിക്കേഷൻ. എന്താണ്, ഇടയ്ക്കൊന്നും ലാഗായിരിക്കാതെ പെട്ടെന്ന് തന്നെ റിസീവർ സൈഡിലേക്ക് നമ്മുടെ ഡേറ്റയെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് PSH എന്നുള്ള ആ ഒരു ഫ്ലാഗ്. അടുത്തത് RST എന്ന് വെച്ചാൽ എന്താണ്, റീസ്റ്റാർട്ട് എ കണക്ഷൻ. അതായത് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കണക്ഷന് എന്തെങ്കിലും എറേഴ്സ് വന്നു, അപ്പം നമുക്ക് കണക്ഷൻ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സെൻറ്ററിൻ്റെ റിസീവറിൻ്റെ ആ ഒരു കണക്ഷൻ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് RST എന്ന് പറയുന്നത്. ദെൻ SYN, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഹോസ്റ്റ്. അപ്പം പുതിയൊരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SYN എന്ന് പറയുന്ന ഫ്ലാഗ്. അടുത്തത് FIN, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിലീസ് എ
കണക്ഷൻ ഓർ ഫർദർ എക്സ്ചേഞ്ച് വിൽ ഹാപ്പൻ. എന്താണ്, ഒരു കണക്ഷനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലാഗാണ് ഫിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിൻഡോ സൈസ്. ഇറ്റ് ഈസ് ദ 16-bit ഫീൽഡ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ സൈസ് ഓഫ് ദ ഡേറ്റ ദാറ്റ് ദ റിസീവർ ക്യാൻ അക്സെപ്റ്റ്. അപ്പോൾ വിൻഡോ സൈസിൽ എന്താ കൊടുക്കുന്നത്, റിസീവറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡേറ്റയുടെ സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് വിൻഡോ സൈസിൽ. അടുത്തത് ചെക്സം. നമ്മുടെ എറർ കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ്സ് ആണ് ചെക്സം എന്ന് പറയുന്നത്. അടുത്ത അർജൻറ്റ് പോയിൻ്റർ. Urgent pointer, it is a pointer that points to the urgent data byte. If the URG flag is set to 1, it defines a value will be added to the sequence number to get the sequence number of the last urgent byte. അപ്പം അർജൻറ്റ് പോയിന്റർ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അർജൻറ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു പാക്കറ്റ് ആണ് എങ്കിൽ അതിന് നമുക്ക് URG ഫ്ലാഗ് എന്താ 1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അടുത്താണ് ഓപ്ഷൻസ്. ഇറ്റ് പ്രൊവൈഡ് additional options. The optional field is represented in 32-bit if this field contain the data less than 32-bit. അപ്പോൾ എന്താണ്, അഡീഷണൽ ഓപ്ഷൻസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓപ്ഷൻസ് എന്നുള്ള ഒരു ഫീൽഡ്. ഇത് എത്ര ബിറ്റ്സ് ആണ്, 32 ബിറ്റ്സ് ഫീൽഡാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് TCP features. First one ആണ് numbering system. Although the TCP software keep track of the segment being transmitted or received, there is no field for a segment number value in the segment header. Instead, there are two fields called the sequence number and acknowledgement number. These two fields refers to the byte number and not to സെഗ്മെൻറ്റ്. അപ്പോൾ നമ്പറിംഗ് സിസ്റ്റംസ്, TCPയുടെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ് നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റയ്ക്ക് സീക്വൻസ് നമ്പരും പ്രൊവൈഡ് ചെയ്യും. നമ്മൾ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് അവിടുന്ന് ഡേറ്റ റിസീവ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചെന്താണ് ഒരു അക്നോളജ്മെൻറ്റ് പാക്കറ്റും അയക്കും. അതിലെന്താണ് ഒരു അക്നോളജ്മെൻറ്റ് നമ്പറും ഉണ്ടായിരിക്കും. അടുത്താണ് ബൈറ്റ് നമ്പർ. TCP നമ്പർ all data bytes that are transmitted in a connection. Number is independent in each direction. When TCP receives byte of data from a processor, it stores them in the sending buffer and numbers them. The byte of data being transferred in each connection are numbered by TCP. These numbering start a randomly generated number. അപ്പോൾ ബൈറ്റ് ഓഫ് ഡേറ്റാസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ആ കണക്ഷന് ഒരു ബൈറ്റ് നമ്പർ, ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് ബൈറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, റാൻഡമായിട്ടായിരിക്കും ആ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി സീക്വൻസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റ, സെൻഡർ സെൻഡ് ചെയ്യുന്ന ഡേറ്റാസിന് കൊടുക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു നമ്പറിനെയാണ് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. അക്നോളജ്മെൻറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡേറ്റ, അതായത് റിസീവറിൻ്റെ സൈഡിൽ ഡേറ്റ എത്തി, ഇനി നെക്സ്റ്റ് പാക്കറ്റ് സെൻഡ് ചെയ്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് റിസീവർ സെൻഡറിന് അയക്കുന്ന ആ ഒരു പാക്കറ്റിൻ്റെ നമ്പറാണ് അക്നോളജ്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത്. അടുത്താണ് ഫ്ലോ കൺട്രോൾ. TCP provide flow control. The receiver of the data controls the amount of data that are to be sent by the sender. This is done to prevent the receiver from being overwhelmed with data. The numbering system allows TCP to use a byte oriented flow control. അപ്പം ഫ്ലോ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, TCP ഫ്ലോ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് റിസീവറിന് എന്താണ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡേറ്റയ്ക്ക് ഒരു എമൗണ്ട് ഉണ്ട്. ഇപ്പം അറ്റ് ടൈമിൽ 10 പാക്കറ്റ്സ് എന്താണ് റിസീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, സെൻഡർ ആ ഒരു 10 പാക്കറ്റ്സ് മാത്രമേ സെൻഡ് ചെയ്യത്തുള്ളൂ. എത്രയാണോ റിസീവറിന് റിസീവ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, അതിനനുസരിച്ചുള്ള ഡേറ്റ ആയിരിക്കും മറ്റേ ടൈമിൽ സെൻഡ് ചെയ്യുക. ഇനി എറർ കൺട്രോൾ. ടു പ്രൊവൈഡ് റിലയബിൾ സർവീസ് TCP ഇംപ്ലിമെൻറ്റ് ആൻഡ് എറർ കൺട്രോൾ മെക്കാനിസം. ഓൾദോ എറർ കൺട്രോൾ കൺസിഡർ എ സെഗ്മെൻറ്റ് ആസ് എ യൂണിറ്റ് ഓഫ് ഡേറ്റ ഫോർ എറർ ഡിറ്റക്ഷൻ. നമ്മളെന്താണ് TCPക്കകത്ത് എറർ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം, ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യാനുമുള്ള മെക്കാനിസംസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എറർ കൺട്രോളും TCP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്താണ് കൺജഷൻ കൺട്രോൾ.
TCP, unlike UDP, takes into account congestion in the network. The amount of data sent by the sender is not only controlled by a receiver, but is also determined by the level of congestion in the network. അതായത് സെൻഡർ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഡേറ്റയുടെ എമൗണ്ടിനെ റിസീവറിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. റിസീവറിന് അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ എന്ത് ചെയ്യാം, ആ ഒരു ട്രാഫിക്കിൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് റിസീവറിന് സാധിക്കും. നെറ്റ്വർക്കിലൂടെയുള്ള ആ കൺജഷൻ ലെവൽ അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക് ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.